ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാനൊരു സലാഡിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് ഉച്ചക്കോ രാത്രിയോ ഏത് ടൈമിൽ വേണമെങ്കിലും കഴിക്കാം. പെട്ടെന്ന് വിശക്കുകയാണെങ്കിൽ എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ അളവിൽ സവാള, 2 കുക്കുംബർ, പിന്നെ എൻ്റെ കയ്യിലുള്ളത് തക്കാളി, ചെറിയ ടൊമാറ്റോ ആണ് കേട്ടോ. ഞാൻ എപ്പോഴൊന്നും വാങ്ങിക്കാറില്ല, വല്ലപ്പോഴൊക്കെ വാങ്ങുള്ളൂ. അപ്പോൾ ഡിഫറെൻറ്റ് കളറിലുള്ള ചെറിയ ടൊമാറ്റോ കൂടെ മുറിച്ചെടുത്തതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സലാഡ് ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മയണൈസൊക്കെ ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സലാഡ് മുമ്പ്, പക്ഷെ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി ഇതിലേക്ക് പീനട്ട് ബട്ടർ വേണം കേട്ടോ. അപ്പോൾ നമ്മളത് സാധാരണ വാങ്ങിച്ച് വെക്കാറൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ പീനട്ട് എടുത്തിട്ടുണ്ട്. ഇത് തന്നെ മിക്സഡ് നട്ട്സ് വാങ്ങിയപ്പം കിട്ടിയ പീനട്ടായിരുന്നു. അത് ഒട്ടും വേവില്ലാത്തൊരു ടൈപ്പ് ഓഫ് പച്ച പീനട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് 2 ചുവന്ന മുളക് കൂടി ചേർത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. പീനട്ട് ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ എളുപ്പം. അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിതിങ്ങനെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് അരഞ്ഞിട്ടില്ലെങ്കിലും ഒന്ന് നന്നായിട്ട് ക്രഷായി കിട്ടിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി കുറഞ്ഞ അളവിൽ തേങ്ങാപ്പാൽ വേണം. നല്ല കട്ടിക്കുള്ള 1-ാം പാലാണ് വേണ്ടത്. ഇനി നിങ്ങൾക്ക് നല്ല കട്ടിയിലുള്ള ഡ്രസ്സിങ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഒന്ന് പിരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു തിക്നെസ് മാത്രം വേർതിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ഡെസിഗ്രേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് കുറഞ്ഞ അളവിൽ ഒരു 1-ാം പാൽ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഫ്രഷ് തേങ്ങയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഈ തേങ്ങാപ്പാലിലേക്ക് ഞാൻ ആ പൊടിച്ച് വെച്ച പീനട്ടിനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. പീനട്ട് ബട്ടറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഈ പൊടിച്ചെടുത്തത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. പൊതുവേ പീനട്ട് ബട്ടർ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ അതിനകത്ത് വെജിറ്റബിൾ ഓയിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് അത് പിന്നെ വാങ്ങാത്തത്. വല്ലപ്പോഴൊക്കെ 1-2 സ്പൂണൊക്കെ ഇനിയിപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഇല്ലാത്ത ഒരു ഐറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സലാഡിലേക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. അപ്പോൾ പീനട്ട് കൂടെ അരച്ചെടുത്തതിന് ശേഷം ഞാനിത് ഈ സലാഡിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ കോക്കനട്ടിൻ്റെ ഒരു ക്രീമാക്കിയിട്ട് എടുക്കാൻ പറഞ്ഞത് ഇതേപോലെ ഡ്രസ്സിങ് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മിൽക്കാണെങ്കിൽ ഇതേപോലെ ലൂസായിരിക്കും. ഇനി ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു പകുതി ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണോളം ആപ്പിൾ സൈഡർ വിനിഗറും 1 സ്പൂണ് ഒലിവ് ഓയിലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പുളി ചേർക്കുമ്പോൾ ഈ ഒരു സലാഡ് ഡ്രസ്സിങ് അത് പിരിഞ്ഞു പോകുമെന്ന് സംശയം ഉണ്ടായിരുന്നു കേട്ടോ, തേങ്ങാപ്പാലുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ വീണ്ടും ഉപ്പും കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എൻ്റെ ഓർമ്മയിൽ ഞാൻ പീനട്ട് ബട്ടർ വെച്ചിട്ട് സലാഡ് ഉണ്ടാക്കിയത് ഇല്ല, ടേസ്റ്റായിട്ടൊന്നും ഓർമ്മയിലില്ല. പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കിയപ്പോൾ വെറൈറ്റി ആയിരുന്നു കേട്ടോ. എനിക്കൊരു ചെറിയ മധുരമൊക്കെ ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നാലും കഴിക്കാനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് അങ്ങനെ ഒരു എടുത്ത് കാണിക്കുന്നൊരു ടേസ്റ്റായിട്ടൊന്നും കിട്ടിയില്ല. സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് സലാഡ് മടുക്കുന്നത് എപ്പോഴും ഒരേ ലെവലിലുള്ള സലാഡ് ഡ്രസ്സിങ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സലാഡ് ഡ്രസ്സിങ്ങൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ആസ്വദിച്ചിട്ട് ഡയറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിലും അവർക്ക് ലഞ്ചിനോ ഡിന്നറിനൊക്കെ മെയിൻ കോഴ്സിൻ്റെ കൂടെ ഇതൊരു സൈഡായിട്ട് കഴിക്കാം. സൈഡായിട്ടല്ല, അതിൻ്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. എനിക്ക് ഷോർട്ട് വീഡിയോ റീലൊക്കെ ചെയ്ത് ശീലമായപ്പോൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനാണ് ഇഷ്ടം. പക്ഷേ യൂട്യൂബിൻ്റെ പുതിയ ടേം അനുസരിച്ചിട്ട് 3 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് ഒരു വീഡിയോയുടെ ലെങ്ത്ത് വേണം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.